എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ വർഷത്തെ ഗണിതശാസ്ത്ര ലാബിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഈ വർഷം നമുക്ക് 5 ലാബുകളാണ് പഠിക്കാനുള്ളത്. ഈ ലാബുകളെ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ലാബിൻ്റെ എക്സാമിനായിട്ട് ചോദിക്കുന്നത്. ഈ ലാബുകൾ നമുക്ക് 3 ഫസ്റ്റ് ഇയറിൽ നിന്നും 2 സെക്കൻഡ് ഇയറിൽ നിന്നും, അല്ലെങ്കിൽ നേരെ തിരിച്ച് 3 സെക്കൻഡ് ഇയറിൽ നിന്ന് 2 ഫസ്റ്റ് ഇയറിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത് ജിയോജിബ്രയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉബുണ്ടു എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസ് എന്ന ടാബിൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്താൽ അതിൽ നമുക്ക് ജിയോജിബ്ര എന്നുള്ള ആ സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യൂ ആണ്. ഈ വ്യൂവിൽ പല കാര്യങ്ങളുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ഫയൽ, എഡിറ്റ്, വ്യൂ, ഓപ്ഷൻസ്, ടൂൾ, വിൻഡോ, ഹെൽപ്പ് എന്നിങ്ങനെ കാണാം. ഇതിന് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ മെനു ബാറിന് താഴെയായിട്ട് റോയിൽ കുറേ ടൂൾസുകളുണ്ട്. നമ്മളതിനെ ടൂൾ ബാർ എന്ന് പറയാറുണ്ട്. കൂടാതെ 2 വിൻഡോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് ആൾജിബ്ര വിൻഡോ, ഒന്ന് ഗ്രാഫിക്സ് വിൻഡോ കാണാനായിട്ട് സാധിക്കും. ആൾജിബ്ര, ഗ്രാഫിക്സ്. ഇത് കൂടാതെ ഗ്രാഫിക്സ് 2 ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. എങ്കിലും അത് വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ ഗ്രാഫിക്സ് 2 ഉണ്ട്. അതുപോലെ 3D ഗ്രാഫിക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആദ്യമായിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആൾജിബ്ര വ്യൂവും ഗ്രാഫിക്സ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് മെനു ബാർ, അതിന് താഴെ റോയിൽ കാണുന്നത് ടൂൾ ബാർ. അതിൽ ടൂൾസ് ഉണ്ടാവും. അവിടെ നിന്ന് ആ ബട്ടണിലൊന്ന് ചെറുതായി ക്ലിക്ക് ചെയ്താൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ടൂൾസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1-2 ചെറിയ ആക്ടിവിറ്റീസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 1. അതിലാദ്യത്തെ ഭാഗം ഇതാണ്. മാർക്ക് 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി. നമുക്ക് ഈ ഗ്രാഫിക്സ് വ്യൂവിൽ 2 പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്യണം, എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് വ്യൂ. 2 പോയിൻ്റ് ഇഷ്ടമുള്ളിടത്ത് 2 പോയിൻ്റ് മാർക്ക് ചെയ്യുക. പോയിൻ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പോയിൻ്റ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പോയിൻ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അതിന് ചുറ്റും ഒരു നീല കളറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ടൂൾ ആക്റ്റീവ് ആണെന്നാണ്. ഈ ടൂൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം എവിടെയെങ്കിലും 2 ഇടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. 2 പോയിൻ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എയും ബിയും നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കിട്ടിയ പോയിന്റുകൾ ഇതാണെന്ന്. എ എന്നുള്ളത് 2, നിങ്ങൾ ആൾജിബ്രൈക് വ്യൂവിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എ = 2, ബി = 6. ഇത് റഫായിട്ട് നമ്മൾ ചെയ്തതാണ്. നമുക്ക് പോയിന്റും വേണേൽ സെലക്ട് ചെയ്യാം. ഇൻപുട്ട് ബാറിലേക്ക് ഇത് ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് 2262 വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതൊന്ന് നോക്കാം. ഇൻപുട്ട് ബാറിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിൽ 2,2 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് പക്ഷേ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആൾജിബ്ര വ്യൂവിൽ കാണുകയുള്ളൂ. ഇതിൻ്റെ പേരും കൂടെ വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഡിഫോൾട്ടായിട്ട് പേര് വരും. അല്ലെങ്കിൽ എ എന്നുള്ളത് നമുക്ക് ഇതിന് മുമ്പായിട്ട് തന്നെ ക്യാപിറ്റൽ A = ടൈപ്പ് ചെയ്യുക. ദെൻ 22, ദെൻ പ്രസ് എൻ്റർ. അപ്പോൾ നമുക്ക് A22 എന്നുള്ള പോയിൻ്റ് കിട്ടി. അതേപോലെ 23 വേണമെങ്കിൽ 23 കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ 2 പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്തു. എ എന്നുള്ള ഒരു പോയിന്റും ബി എന്നുള്ള ഒരു പോയിന്റും. ഇനി ഈ എ എന്നുള്ള പോയിന്റ് നോക്കുക. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ വ്യൂവിൽ എന്ത് വന്നാലും നമുക്കത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ വ്യൂവിൽ ഇപ്പോൾ 2 ഒബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് എ എന്നുള്ള ഒബ്ജക്റ്റും ഒന്ന് ബി എന്നുള്ള ഒബ്ജക്റ്റും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. അത് നമ്മൾ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്. ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കാണണമെങ്കിൽ ആ പോയിന്റിൽ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ എ എന്നുള്ള പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൾജിബ്ര, അഡ്വാൻസ്ഡ്, സ്ക്രിപ്റ്റിംഗ്, ബേസിക്, കളർ, സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മുടെ
ഈ ആക്ടിവിറ്റി അനുസരിച്ച് ഒരു 2 പോയിന്റ് ചൂസ് ചെയ്യാനായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി വന്നിരുന്നത്. ചൂസ് ദ പോയിന്റ്സ് എ ആൻഡ് ബി. ഇനിയും അടുത്തത് പറയുന്നതിനകത്ത് ജോയിൻ എ ബി ജോയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എയും ബിയും പോയിന്റ്സുകളുണ്ട്. ഈ പോയിന്റ്സുകളൊന്ന് ജോയിൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ എ ബി ഇവിടെ ഉണ്ട്. ഇത് ജോയിൻ ചെയ്യണം. നമ്മൾ സാധാരണ ജോയിൻ ചെയ്ത പേനയോ പെൻസിൽ വെച്ചാണെങ്കിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വെച്ചല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണം എയ്ക്കും ബിക്കും ഇടയ്ക്കായിട്ട്. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ അതിന് ടൂൾ ഇവിടെ ഉണ്ട്. അതാണ് ലൈനുമായിട്ട് കണക്ട് ചെയ്ത ടൂൾസാണ് ഈ രണ്ടാമത് വരുന്നത്. അപ്പോൾ ലൈനുണ്ട്, ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ ലൈൻ അല്ല എടുക്കണ്ടേ, ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള സെഗ്മെൻറ്റ് എയിൽ ക്ലിക്ക് ചെയ്യുന്നു, നേരെ ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു സെഗ്മെൻറ്റ് കിട്ടി. ആ സെഗ്മെൻറ്റിൻ്റെ പേരാണ് എഫ്. ഈ എഫ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ എഫ് എന്നുള്ള പേര് വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഷോ ലേബൽ എന്നുള്ള ഓപ്ഷൻ ഇനാക്റ്റീവ് ആക്കിയാൽ മതി. അത് പോകും. അത് വേറെ രീതിയിൽ വേണേൽ ചെയ്യാം. ഈ എഫ് നമുക്ക് ആൾജിബ്ര വ്യൂവിൽ കാണാം. അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഷോ ലേബൽ കൊടുത്താൽ അവിടെ ആ ലേബൽ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, ലൈൻ സെഗ്മെൻറ്റ് എ ബി നമ്മൾ വരച്ചു. ഇനിയും അടുത്തതായിട്ട് ഇത് പറയുന്നത് ടേക്ക് എ പോയിന്റ് പി സംവെയർ മിഡിൽ ഓഫ് എ ബി. എ ബിയുടെ മിഡിലായിട്ട്, ഏകദേശം മിഡിലായിട്ട് നമ്മളൊരു പോയിന്റ് ചൂസ് ചെയ്യുക. എയ്ക്കും ബിക്കും മിഡിലായിട്ട് ഏകദേശം ഒരു പോയിന്റ് ചൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് എത്ര ഒബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നമുക്കുള്ള ഒബ്ജക്റ്റ് എ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ബി എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, എഫ് എന്നുള്ളതും ഒരു ഒബ്ജക്റ്റാണ്. ഈ ലൈൻ സെഗ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് എടുക്കണം. ദാറ്റ് മീൻസ് പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ്. അതിനായിട്ട് നമുക്കിവിടെ ടൂളുണ്ട്. ഈ പോയിന്റ് ടൂൾ വെച്ച് നമുക്ക് ചെയ്യാം. കൂടുതൽ കറക്റ്റ് ആവുന്നത് നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ് വരും. അപ്പോൾ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമുക്കത് ആക്റ്റീവാണ്. അത് ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. സംവെയർ മിഡിലാകുമ്പോൾ ഏകദേശം നടുക്ക് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു പുതിയ പോയിന്റ് കിട്ടി. അതാണ് നമ്മുടെ സി എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത കാര്യം പറഞ്ഞിരുന്നവർ. ടേക്ക് എ പോയിന്റ് പി സംവെയർ മിഡിൽ ഓഫ് എ ബി. ഇനി അടുത്ത എന്താ പറയുന്നത്? പി എന്നാണ് പറഞ്ഞിരുന്നത്. ടേക്ക് എ പോയിന്റ് പി ആ. പക്ഷേ നമുക്കിവിടെ കിട്ടിയ പോയിന്റ് ഏതാണ്? സി ആ. അപ്പോൾ ഈ സി അല്ല നമുക്ക് വേണ്ടത്, പി ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യണമെങ്കിൽ ഈ സി എന്നുള്ള പോയിന്റിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് സി എന്നുള്ളതുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് പി എന്ന് ചൂസ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ പി ടൈപ്പ് ചെയ്ത് ഞാൻ, അപ്പോൾ അവിടെ പി എന്നുള്ള പോയിന്റ് വന്നു. അത് നമുക്കിവിടെ ആൾജിബ്ര വ്യൂവിലും കാണാൻ സാധിക്കും. ദെൻ അപ്പോൾ നമുക്ക് എന്താ? എ ആയി, ബി ആയി, എ ബി ലൈൻ സെഗ്മെൻറ്റ് വരച്ച് പി എന്നുള്ളത് ഏകദേശം അടുക്കായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ത്രൂ പി ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ക്യു ആർ പെർപെൻഡിക്കുലർ ടു എ ബി. പിയിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണം. അതിൻ്റെ പേര് കൊടുക്കേണ്ടത് നമ്മൾ ക്യു ആർ എന്ന്, പിയിൽ കൂടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കാം, എങ്ങനെ നോക്കാം. അതിനായിട്ട് പിയിൽ കൂടെ ആദ്യം എ ബിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ടൂള്, ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ എന്നൊരു ടൂളുണ്ട്. നമുക്ക് ത്രൂ പി ആ വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ ലൈൻ ആക്റ്റീവ് ആക്കി പിയിലൊന്ന് ക്ലിക്ക് ചെയ്തു, ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻ എന്നല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രൂ പി ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ക്യു ആർ. ഒരു ലൈൻ സെഗ്മെൻറ്റ് ക്യു ആർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ചതിന് ശേഷം വീണ്ടും ഈ ലൈനിൽ കൂടെ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ പോകുന്നു. അത് വരയ്ക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെഗ്മെൻറ്റ് ടൂൾ ആക്റ്റീവ് ആക്കുന്നു. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടി. പക്ഷേ നമുക്ക് ഈ പുറത്തുള്ള പോർഷൻ വേണ്ട. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിതിനെ പുറത്ത് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ആ ഒബ്ജക്റ്റിൽ, എന്നിട്ട് ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. അത്രയും പോർഷൻ അവിടെ നിന്ന് പോകും. ഇനി നമുക്ക് വേണ്ടത് ഈ എച്ച് എന്നൊരു ലേബലിംഗ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ പോയി എച്ചിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഷോ ലേബൽ കൊടുക്കുക. ഇപ്പോൾ അത് പോയി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പേര് ക്യു ആർ ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ റീനെയിം ചെയ്യുക. ഈ സി എന്നുള്ളതിനെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റീനെയിം കൊടുക്കുക. അതിനെ നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. അതേപോലെ ഡി എന്നുള്ളതിന് റൈറ്റ് ക്ലിക്ക് കൊടുത്തു, റീനെയിം കൊടുത്തു, നമുക്കതിനെ ആർ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എന്തായി? ക്യു ആർ എന്നുള്ള
പെർപെൻഡിക്കുലർ സെഗ്മെൻറ്റും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത് വിത്ത് പി ആസ് സെൻറ്റർ ആൻഡ് പി ബി ആസ് റേഡിയസ് ഡ്രോ എ സർക്കിൾ. പി സെൻറ്ററും പി ബി റേഡിയസും ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? പി സെൻറ്റർ, ദാറ്റ് മീൻസ് സെൻറ്റർ ഈസ് ഗിവൺ, റേഡിയസ് പി ബി, റേഡിയസ് ഈസ് ഗിവൺ. ഇപ്പോൾ സെൻറ്ററും റേഡിയസും അറിയാമെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് സർക്കിൾ ടൂൾ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ, സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്, അതൊന്ന് ആക്റ്റീവ് ആക്കുക. നമുക്കുള്ള സെൻറ്റർ എന്താണ്? പി ആണ്. അപ്പോൾ പിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, സെൻറ്റർ കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, റേഡിയസ് എന്താവണം? അവർ പറയുന്നുണ്ട് റേഡിയസ് പി ബി. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പി ബി എന്ന് ടൈപ്പ് ചെയ്യുക, പി ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ഒരു സർക്കിളും കിട്ടി വിത്ത് സെൻറ്റർ പി ആൻഡ് റേഡിയസ് പി ബി. ഇതായിരുന്നു നമ്മുടെ അടുത്ത പാർട്ട് പറഞ്ഞിരുന്നത്. വിത്ത് പി ആസ് സെൻറ്റർ ആൻഡ് പി ബി ആസ് റേഡിയസ് ഡ്രോ എ സർക്കിൾ. ദെൻ അടുത്ത് പറയുന്നത് കൺസ്ട്രക്ട് ദ ട്രയാങ്കിൾ എ ബി ക്യു. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. എ ബി ക്യു എന്നുള്ള ട്രയാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, എ ബി ക്യു. അതിനായിട്ട് നമുക്കിവിടെ നോക്കിയാൽ ഒന്നുകിൽ ലൈൻ സെഗ്മെൻറ്റ് വെച്ച് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പോളിഗൺ ടൂൾ ഉണ്ട്, അത് ഒന്ന് ആക്റ്റീവ് ആക്കുക. പോളിഗൺ ടൂൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം എ ബി ക്യു ആണ്, എ ക്ലിക്ക് ചെയ്തു, ദെൻ ബി ക്ലിക്ക് ചെയ്തു, ദെൻ ക്യൂവിൽ ക്ലിക്ക് ചെയ്തു. അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് വീണ്ടും എയിൽ തന്നെ വരിക, എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വന്നു. ഇവിടെ ആവശ്യമില്ലാത്ത കുറേ ലേബലിംഗ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ബി എ ക്യു സി, അതൊക്കെ ഇവിടെ നോക്കിയാൽ ബി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഷോ ലേബൽ കൊടുത്താൽ അത് പോകും. അതുപോലെ എ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഷോ ലേബൽ കൊടുക്കുക, ദെൻ ക്യു റൈറ്റ് ക്ലിക്ക് ഷോ ലേബൽ, ദെൻ ടി വൺ അല്ല സി എന്ന് പറഞ്ഞുകൊണ്ട് സി എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു, സി ഇത് റൈറ്റ് ക്ലിക്ക് ഷോ ലേബൽ, അത് ഒഴിവാക്കി നമ്മൾ. അപ്പോൾ ലേബലിംഗ് നമ്മൾ ഒഴിവാക്കി. ഈ ലേബലിങ്ങിന് വേറൊരു കാര്യമുണ്ട്, അതും നമുക്ക് ചെയ്യാം. അത് ആദ്യം തന്നെ വേണം ചെയ്യാമായിരുന്നു. ഓപ്ഷൻസ് എന്നുള്ള ടൂൾ ആക്റ്റീവ് ആക്കുക, ഈ മെനു ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ലേബലിംഗ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓട്ടോമാറ്റിക് ഓൾ ന്യൂ ഒബ്ജക്ട്സ്, നോ ന്യൂ ഒബ്ജക്ട്സ് എന്നുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ ലേബലിങ്ങിൽ നോ ന്യൂ ഒബ്ജക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ പേരുകൾ അതിന് വരില്ല. അത് ക്ലിക്ക് ചെയ്ത് അത് ആക്റ്റീവ് ആക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരുന്നു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? എ എന്നുള്ള ഒരു പോയിന്റും ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, ലൈൻ സെഗ്മെൻറ്റ് ടൂൾ വെച്ച്. പിന്നെ എ ബിയുടെ മിഡിലായിട്ട് നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്തു, അത് സി ആയിരുന്നു. അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് റീനെയിം ചെയ്തിട്ട് പി ആക്കി. പിന്നെ പിയിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ലൈൻ ആദ്യം വരച്ചു, പിന്നെ അതിനെ ഒരു സെഗ്മെൻ്റ് ആക്കി എടുത്തു. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഹൈഡ് ചെയ്തു. പിന്നെ പി സെൻറ്ററും പി ബി റേഡിയസും ആയിക്കൊണ്ടൊരു സർക്കിൾ വരച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് കാണുന്നത് ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് എ യൂണിറ്റ്സ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം, അതിൻ്റെ സെൻറ്റർ എയും റേഡിയസ് എയും. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇത് ആക്റ്റീവ് ആക്കിയിട്ട് സെൻറ്റർ എ റേഡിയസ് എ എന്നാണ്, എ യൂണിറ്റ് സ്മോൾ എ ആണ്. അപ്പോൾ സെൻറ്റർ എ നമ്മൾ എടുക്കുന്നു, സെൻറ്റർ എ. ഇവിടെ റേഡിയസ് ഒരു വിഷയം വരും. നമ്മൾ സ്മോൾ എ യൂണിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ഓൾറെഡി ഈ ആൾജിബ്രായ് വ്യൂവിൽ ഒരു എ കിടപ്പുണ്ട്. ഇവിടെ 3.7 എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെൻറ്റ് ലെങ്ത് ആയിരുന്നു. അത് കൊടുത്താൽ കറക്റ്റ് ആ ലെങ്തിലുള്ള ഒരു സർക്കിളേ വരത്തുള്ളൂ. നമുക്ക് വേണ്ട റേഡിയസ് അതല്ല, നമുക്ക് ഈ എ എന്നുള്ള ആർബിട്രറി റേഡിയസാണ്. അപ്പോൾ തൽക്കാലം ഇവിടെ എ ഉള്ള കൊണ്ട് എയും ബിയും സിയും ഒക്കെ കിടക്കുന്നു. അത് കാരണം ഞാൻ റേഡിയസിൻ്റെ നൊട്ടേഷൻ ഒന്ന് മാറ്റുന്നു. നമുക്കൊരു ഇ എന്ന് വല്ലതും കൊടുക്കാം, റേഡിയസ് സ്മോൾ ഇ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടും. നോക്കിക്കോണം, ഈ എന്നുള്ള സാധനം എന്താണെന്ന് ചോദിക്കുന്നത്. അത് ഒന്ന് നോക്കണം. ഈ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. T1 ഈ ആ ലെറ്റർ ഒന്ന് മാറ്റേണ്ടി വരും. സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. സെൻറ്റർ എ, റേഡിയസ് നമുക്കൊരു പി ഉണ്ട്, സ്മോൾ പി, ക്യൂ ഉണ്ട്. സ്മോൾ ആർ എന്ന് കൊടുത്താലോ, സ്മോൾ ആർ എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്രിയേറ്റ് സ്ലൈഡേഴ്സ് എന്ന് ചോദിക്കും. ഇതിനൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ക്രിയേറ്റ് സ്ലൈഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ടായി. അപ്പോൾ ഈ സ്ലൈഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ആർബിട്രറി വാല്യൂ ആണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇവിടെ
ഇപ്പോൾ 5 വരെ വരുന്നുണ്ട്, 5 വരെ മാക്സിമം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ റേഡിയസ് 5 ആയിട്ടുണ്ടെന്നാണ്. അത് നമുക്ക് കുറയ്ക്കാം, കുറച്ച് കൊണ്ടുവരാം, കുറച്ച് എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. ഇവിടെ കണ്ടു, അപ്പോൾ ഇവിടെ 0 വന്നു. പക്ഷെ നമുക്കറിയാം പിന്നെ നെഗറ്റീവ് റേഡിയസ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂസ് വേണ്ടല്ലോ. അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലൈഡറിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ മിനിമം ഒരു -5 ഒന്നുണ്ട് ഇവിടെ. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിയിട്ട് അവിടെ 0 കൊടുത്തിയാൽ മാക്സിമം 5, അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. തൽക്കാലം ഇവിടെ മാക്സിമം 5 കിടന്നിട്ട് മിനിമം വാല്യൂ 0. കാര്യം നെഗറ്റീവ് വാല്യൂസ് റേഡിയസിൽ വരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ആ സ്ലൈഡർ ഇതാണ്. ആ സ്ലൈഡറിൻ്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ എത്രയാണ് 5 ആണ്. അപ്പോൾ ആ റേഡിയസ് 0 മുതൽ 5 വരെ വരുന്നു. അങ്ങനെ നമ്മളൊരു സർക്കിളിനെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ സ്ലൈഡർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്. ഈ സ്ലൈഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർബിട്രറി വാല്യൂവിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ സ്ലൈഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ലൈഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂസിനെ എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് എ യൂണിറ്റ്സ്. അത് നമ്മൾ വരച്ചു. അപ്പോൾ എ അല്ല ഇവിടെ തൽക്കാലം നമ്മൾ വരച്ചത് 6 ആണ്, കാരണം എ ഓൾറെഡി ഉള്ളതുകൊണ്ട് 6 യൂണിറ്റ്സ്. ദെൻ ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദിസ് റേഡിയസ് എ. അപ്പോൾ ഇവിടെ ദിസ് റേഡിയസ് ആർ ആൻഡ് ഗീവ് ഡിഫറൻറ്റ് വാല്യൂസ് ഫോർ ആർ. അപ്പോൾ ഈ റേഡിയസിനെ നമ്മൾ ഇതിനെ, അതായത് ഈ സ്ലൈഡറിനെ നമ്മളൊരു ഇൻപുട്ട് ബോക്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോക്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലൈഡർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓരോ വാല്യൂ കൊണ്ടെത്തിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻപുട്ട് ബോക്സ് ആണെങ്കിൽ ഒരു ബോക്സ് പോലെ കിട്ടും. അതിനകത്ത് നമുക്കിപ്പോൾ 2 വേണമെങ്കിൽ 2 എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് അതുള്ളത് ഈ സ്ലൈഡർ ടൂളിൽ തന്നെയാണ്. ഇൻപുട്ട് ബോക്സ് എന്നുള്ള ലാസ്റ്റ് വൺ. അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇതിന് ക്യാപ്ഷൻ എന്ത് വേണം. നമുക്ക് ആ ക്യാപ്ഷൻ കൊടുക്കേണ്ടത് റേഡിയസ്, കാരണം നമുക്കതിൻ്റെ പേര് റേഡിയസ് ആണല്ലോ, അതുകൊണ്ട് റേഡിയസ് എന്ന് പേര് കൊടുത്തു. ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ആ റേഡിയസ് ആണ്. റേഡിയസ് എന്താണ്, നമ്മുടെ 6 ആണ്. സോ 6 ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് എന്നുള്ളൊരു ഇൻപുട്ട് ബോക്സ് കിട്ടി. അതൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഫിക്സ് ഒബ്ജക്റ്റ് ആക്റ്റീവ് ആണ്, അതൊന്ന് ഇനാക്റ്റീവ് ആക്കിയാൽ ഇതിനെ നമുക്ക് മാറ്റിക്കൊണ്ട് എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മളിങ്ങനെ വെച്ചു. ഇനി വേണമെങ്കിൽ ഈ ബോക്സ് വലിയ ബോക്സ് ചെറുതാക്കണമെങ്കിൽ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അവിടെയും ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലെങ്ത്ത് 20 ആണ്. അത് നമ്മളൊന്ന് കുറച്ചിട്ട് 5 വല്ലം കൊടുത്താൽ ചെറുതായിട്ട് നമുക്കൊരു ബോക്സ് കിട്ടുള്ളൂ റേഡിയസിൻ്റെ. കണ്ടോ? ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. ഇനി ഗിവ് ഡിഫറൻറ്റ് വാല്യൂസ് ഫോർ ദാറ്റ് റേഡിയസ്. അപ്പോൾ ഇവിടെ 1.8 ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1.8 ഉണ്ട്. ഈ ഇൻപുട്ട് ബോക്സ് ഉള്ളപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ ഇത് നമുക്ക് മാറ്റിക്കളയാം. ഇനി ഈ റേഡിയസ് 1.8 അല്ലേ, ഞാനിപ്പോൾ 2 കൊടുക്കാൻ പോവാം. റേഡിയസ് 2 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുക. കേട്ടോ? അപ്പോൾ റേഡിയസ് 2 ഉള്ള സർക്കിൾ ഇവിടെ വന്നു. റേഡിയസ് 3 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുക. അപ്പോൾ അടുത്ത സർക്കിൾ വന്നു. റേഡിയസ് 4 കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. 5 വന്നു. റേഡിയസ് 6 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുക. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 5 വരെ വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഡിയസ് എടുത്തപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ 5 ആയിരുന്നു, മിനിമം വാല്യൂ എത്ര ആയിരുന്നു, 0 ആയിരുന്നു. അപ്പോൾ ഇത് മാറ്റി കൊടുത്താൽ മതി വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണമെങ്കിൽ വീണ്ടും ആ ഒബ്ജക്റ്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ മാക്സിമം വാല്യൂ നമ്മളൊരു 10 വേണേൽ കൊടുക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് വാല്യൂ കൊടുക്കാം. ഞാൻ 10 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇനി നോക്കി കൂട്ടി നോക്കി വാല്യൂസ് കൂട്ടി നോക്കിയാൽ 5 എന്നുള്ള ഞാനിപ്പം 6 കൊടുത്തു റേഡിയസ്. അപ്പോൾ നമുക്ക് അടുത്ത സർക്കിൾ കിട്ടും. 10 വരെ കൊടുക്കാം. 10 കൊടുത്താലും സർക്കിൾ കിട്ടും. 10 കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, കാരണം മാക്സിമം വാല്യൂ നമ്മൾ 10 ആയിട്ടിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ആ കേസ്. ഇനി ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് 6 യൂണിറ്റ്സ്. പിന്നെ ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദിസ് റേഡിയസ് ആർ ആൻഡ് ഗീവ് ഡിഫറൻറ്റ് വാല്യൂസ് ഫോർ ആർ. ദെൻ ലാസ്റ്റ് ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് സർക്കിൾ വിത്ത് ദ ഫസ്റ്റ് സർക്കിൾ. ഇപ്പോൾ ഈ സർക്കിളും ഫസ്റ്റ് സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് സർക്കിൾ. അപ്പോൾ അത് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വേണേൽ വലുതാക്കാം. അതും ഈ സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പോയിന്റ് ടൂളിൽ തന്നെ തിരിച്ചു പോകാം. പോയിന്റ് ടൂളിൽ പോയാൽ അവിടെ ഒരു ഇൻ്റർസെക്റ്റ് എന്നുള്ളൊരു ടൂൾ ഉണ്ടാവും. ഇൻ്റർസെക്റ്റ് എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആക്റ്റീവായി. നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത് ഈ 2 സർക്കിളുകൾ തമ്മിലാണ്. അപ്പോൾ ആ 2 സർക്കിളുകളിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അവിടുന്ന് അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇവിടെ 2 ഇടത്തും കിട്ടി. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ.
അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. മാർക്ക് 2 പോയിന്റ്സ് എ ആൻഡ് ബി. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എയും ബിയും 2 പോയിന്റ്സ് മാർക്ക് ചെയ്തത് നമ്മൾ പോയിന്റ് ടൂൾ ആക്റ്റീവ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഉണ്ടായിട്ട് 2 പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എ എന്നും ബി എന്നും അതിന് പേര് വന്നു. അത് നമുക്ക് ഓൾജിബ്ര വ്യൂവിലിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്തത് ജോയിൻ എ ബി. ഈ എ ബി ജോയിൻ ചെയ്തു. എ ബി ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത് ലൈൻ ടൂളിൽ ലൈൻ സെഗ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എയിൽ ക്ലിക്ക് ചെയ്തു, ബിയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടി. അതിന് എഫ് എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. നമ്മൾ പിന്നെ എഫിൽ പോയി റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ അതിന് ഷോ ലേബൽ എന്നുള്ളത് ആക്റ്റീവ് ആക്കിയിട്ട് ഇപ്പോൾ ആക്റ്റീവാണ്. തിരിച്ച് ടിക്ക് അങ്ങ് മാറ്റിയാൽ ആ അവിടുത്തെ വാല്യൂ അല്ലെങ്കിൽ ലേബലും പോവും. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്തത് എ ബി ജോയിൻ ചെയ്തു. ദെൻ ടേക്ക് എ പോയിന്റ് പി സംവെയർ മിഡിൽ ഓഫ് എ ബി. ഈ എ ബിയുടെ മിഡിലായിട്ട് ഏകദേശം മിഡിലായിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അന്നേരം നമുക്ക് കിട്ടിയ പോയിന്റ് എന്താണ് ഉപയോഗിച്ചത്? ഏത് ടൂളാണ് ഉപയോഗിച്ചത്? പോയിന്റ് അല്ല ടൂൾ ഉപയോഗിച്ച് നമ്മൾ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ് അതെടുത്തിട്ട് ഇവിടെ സംവെയർ മിഡിലൊന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് സി എന്നൊരു പോയിന്റ് കിട്ടി. കാര്യം ഇത് സീക്വൻഷ്യലായിട്ടാണ് വരുന്നത്. എ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ബി ഉണ്ടായിരുന്നു, അടുത്തപ്പോൾ സി എന്ന് വന്നു. ആ സി എന്നുള്ള പോയിന്റ് നമുക്ക് വേണ്ട. ആ സിയിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അതിന് നമ്മൾ റീനെയിം കൊടുത്തു. റീനെയിം കൊടുത്ത പോയിന്റാണ് പി. അപ്പോൾ അതിന് റീനെയിം കൊടുത്ത് പി എന്ന് വിളിച്ചു. പിന്നെ നമുക്ക് അടുത്തായിട്ട് വന്നേക്കുന്നതിനകത്ത് പിയിൽ കൂടെ ഒരു ത്രൂ പി ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ക്യു ആർ പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് വരയ്ക്കണം അവിടെ. അപ്പോൾ എ ബിയിൽ ഒരു പോയിന്റാണ് പി. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഈ ലൈൻ ടൂളിൽ പെർപെൻഡിക്കുലർ ലൈൻ എന്നൊരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് പിയിലും ക്ലിക്ക് ചെയ്തു. ഈ എ ബി എന്നുള്ള ലൈനിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു ലൈനാണ് കിട്ടിയത്. ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. വീണ്ടും നമ്മൾ തിരിച്ച് ലൈൻ സെഗ്മെന്റ് ടൂളിൽ വന്നിട്ട് 2 പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 2 പുതിയ പോയിന്റുകൾ കിട്ടി. നമ്മൾ അതിനെ റീനെയിം ചെയ്തു. നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന പോയിന്റ് സി എന്നും ഡി എന്നും ആയിരിക്കും, അല്ലെങ്കിൽ ഇ എന്നും എഫ് എന്നും ഒക്കെ ആയിരിക്കാം. നമ്മൾ അതിനെ റീനെയിം ചെയ്തു. ഇ എന്നുള്ളതിനെ ക്യൂ എന്നും എഫ് എന്നുള്ളതിനെ ആർ എന്നും. എന്നിട്ട് ഈ പോർഷന് വെളിയിൽ വെച്ച് നമ്മൾ ആ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഒബ്ജക്റ്റ് കൊടുത്തപ്പോൾ അത് നമുക്കങ്ങ് ഹൈഡ് ചെയ്യാനായിട്ടും സാധിച്ചു. അങ്ങനെ നമുക്ക് ആ ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു. ദെൻ അടുത്തായിട്ടുള്ളത് വിത്ത് പി ആർ സെൻറ്റർ ആൻഡ് പി ബി ആർ റേഡിയസ് ഡ്രോ എ സർക്കിൾ. ഈ പി സെൻറ്ററും പി ബി റേഡിയസും ആയിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അതിനായിട്ട് നമ്മൾ സർക്കിൾ ടൂൾ എടുത്തു. സർക്കിൾ ടൂളിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എടുക്കണം. കാരണം നമുക്ക് സെൻറ്ററും റേഡിയസും അറിയാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഏതാണ്? പി. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. റേഡിയസ് ചോദിക്കും. അപ്പോൾ നമ്മൾ റേഡിയസ് നോക്കേണ്ടത് ഇവിടുത്തെ റേഡിയസ് പി ബി ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പി ബി എന്ന് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ദെൻ പിന്നെ അതിനകത്ത് പറയുന്നത് അടുത്ത ആക്ടിവിറ്റിയിൽ പറയുന്ന ഇതാണ് കൺസ്ട്രക്ട് ട്രയാങ്കിൾ എ ബി ക്യൂ എന്നുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോളിഗൺ ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എയിൽ ക്ലിക്ക് ചെയ്തു, ബിയിൽ ക്ലിക്ക് ചെയ്തു, ക്യൂവിൽ ക്ലിക്ക് ചെയ്തു, തിരിച്ച് വീണ്ടും എയിൽ ക്ലിക്ക് ചെയ്യണം. അത് പോളിഗൺ ആയതുകൊണ്ടാണ് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി ക്യൂ എന്നുള്ള ട്രയാങ്കിൾ കിട്ടി. ദെൻ അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് 6 യൂണിറ്റ്സ്. ഇവിടെ എ ഉപയോഗിച്ചില്ല, കാരണം നമ്മൾ 6 ആണ് ഉപയോഗിച്ചത്. എ ഓൾറെഡി ഉപയോഗിച്ചതുകൊണ്ട്. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഈ എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. സർക്കിളാണ് വേണ്ടത്. അപ്പോൾ സർക്കിൾ ടൂൾ ആക്റ്റീവ് ആക്കിയിട്ട് സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ ആക്റ്റീവ് ആക്കി എയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. സെൻറ്റർ ആണ്. റേഡിയസ് ചോദിക്കുമ്പോൾ നമ്മൾ 6 എന്ന് ടൈപ്പ് ചെയ്യണം. അതിനകത്ത് റേഡിയസ് സ്മോൾ 6 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. സ്മോൾ 6 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ചോദിക്കും ക്രിയേറ്റ് സ്ലൈഡേഴ്സ് എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്ലൈഡർ ഇങ്ങനെ വരും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ -5 മുതൽ +5 വരെയാണ് വാല്യൂ വരുന്നത്. നമുക്ക് അത്രയും വേണ്ട. നമുക്ക് നെഗറ്റീവ് വാല്യൂസ്, റേഡിയസ് നെഗറ്റീവ് ആകാത്ത കാരണം ഈ പറഞ്ഞ ഒബ്ജക്റ്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് മാക്സിമം വാല്യൂ എത്ര വേണമെങ്കിലും കൊടുക്കാം. മിനിമം നമ്മൾ 0 കൊടുത്തു. നെഗറ്റീവ് വാല്യൂസ് ഇല്ല. മിനിമം 0 ഒന്നും മാക്സിമം ഞാൻ 10 എന്ന് കൊടുത്താൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തപ്പോൾ സ്ലൈഡർ അവിടെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് വീണ്ടും അത് ഓക്കെ ആക്കി. അടുത്തായിട്ട് അവർ പറയുന്നത് ഈ പറഞ്ഞ റേഡിയസിന് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദിസ് റേഡിയസ് ആർ ആൻഡ് ഗിവ് ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ ആർ. ഇത് നമ്മളൊരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എന്നുള്ളത് ഈ സ്ലൈഡർ ടൂളിൽ തന്നെ ലാസ്റ്റ് ഉണ്ട് ഇൻപുട്ട് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്പേസിൽ വീണ്ടും ഈ ഗ്രാഫിക് വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചോദിക്കും ക്യാപ്ഷൻ നമ്മൾ കൊടുത്തത് റേഡിയസ് എന്നാണ്. ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് റേഡിയസിനാണ്. ആ റേഡിയസിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? 6 എന്നാണ് വിളിച്ചിരുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് കിട്ടും. അപ്പോൾ ഈ ബോക്സിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വേണമെങ്കിൽ ഈ സ്ലൈഡർ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ടൊന്ന്
ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ ഹൈഡ് ആക്കി വെക്കുകയും ചെയ്യാം. നമുക്കിവിടെ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ പാർട്ട്. ദെൻ ലാസ്റ്റ് പാർട്ട്, ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് ഫസ്റ്റ് സർക്കിൾ. അപ്പോൾ ഈ പുതിയ സർക്കിളിന് ഫസ്റ്റ് സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സർക്കിൾ ഓൾറെഡി ഉണ്ട്, ഇതും ഇതുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പോയിന്റ് ടൂളിൽ വന്നാൽ ഇന്റർസെക്ഷൻ ടൂൾ കൊണ്ട് ആക്റ്റീവ് ആക്കുക. ഈ രണ്ട് സർക്കിൾ തമ്മിൽ ഒന്ന് ഇന്റർസെക്ട് ചെയ്യിക്കണം. അപ്പോൾ രണ്ട് സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പോയിന്റ് അവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ടായിരിക്കും അവിടുത്തെ, ഈ രണ്ടെണ്ണം നമുക്ക് അവിടുത്തെ പോയിന്റ്സ് ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ആക്ടിവിറ്റി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഏത് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഏത് ടൂളിൽ നിന്നാലും തിരിച്ചു വരണമെങ്കിൽ നമ്മളിതായി ഫസ്റ്റ് ടൂൾ ഒന്ന് ആക്റ്റീവ് ആക്കിയാൽ മതി. ഫസ്റ്റ് ടൂൾ ആക്റ്റീവ് ആക്കി മൂവ് ടൂൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൂൾ ആക്റ്റീവ് ആക്കിയാൽ എവിടെ നിന്നാലും നമുക്ക് തിരിച്ച് ഈ വ്യൂവിലേക്ക് തന്നെ വരാം. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ ഒരു പോയിന്റ് ടൂളിൽ നിൽക്കുന്നു, നമ്മളൊന്ന് പോയിന്റ് ക്ലിക്ക് ചെയ്തു, വീണ്ടും നമ്മളിത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒക്കെ നമുക്ക് എന്ത് കിട്ടും? പോയിന്റ് കിട്ടും. അതേസമയം ഇത് നേരെ തിരിച്ച് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ടൂൾ ഉപയോഗിച്ചു, ഇവിടെ ഒരു പോയിന്റ് ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു പോയിന്റ് കിട്ടി, തിരിച്ച് വീണ്ടും ബാക്ക് ബട്ടണിൽ വരിക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താലൊന്നും നമുക്ക് പോയിന്റ് വരില്ല. അപ്പോൾ ഇത് ഒന്നറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക. പിന്നെ ഈ വ്യൂ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്യാം. മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. അതേപോലെ ലാസ്റ്റ് ഇവിടെ ഒരു ടൂളുണ്ട്, മൂവ് ഗ്രാഫിക്സ് വ്യൂ. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്താലും ഇതിനെ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി.